താക്കോൽ നഷ്ടപ്പെട്ടു എന്നുള്ള വിഷയത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ ശ്രീരേഖയുടെ പൊട്ടിക്കരച്ചിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. ഇതിനിടയിൽ ബിഗ് ബോസ് നിഷാനയ്ക്കും ശ്രീധുവിനും ഒരു ടാസ്കുമായിട്ട് വന്നു. അവരുടെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുക എന്നുള്ളതായിരുന്നു. ആ കുറഞ്ഞ സമയങ്ങൾ ശ്രീരേഖ അതിന്റെ മുൻപിലൊന്ന് മൗനമായിരുന്നു. അതിനുശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി താൻ റൂമിലേക്ക് പോയി പൊട്ടിക്കരയുവാൻ തുടങ്ങി. ശ്രീരേഖ പറയുന്നു, ഇനി എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുവാൻ കഴിയില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, പറ്റില്ല, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. ബിഗ് ബോസിനോട് പറയൂ, എന്നെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വിടുവാൻ പറയൂ, എനിക്ക് പോകണം. ശ്രീരേഖയെ ആശ്വസിപ്പിച്ച് മടക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള റോള് പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് ജാൻമണിയാണ്. ജാൻമണി ഇറുക്കി പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജാൻമണി ആശ്വസിപ്പിക്കുവാൻ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ജാൻമണി എത്രത്തോളം ശ്രമിക്കുമോ അതിനനുസരിച്ച് ശ്രീരേഖ വീണ്ടും പൊട്ടിക്കരയുകയാണ്. ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ അപ്സര ആ റൂമിനകത്തേക്ക് കയറി വരുന്നു. കയറി വന്നിട്ട് ജാൻമണിയോട് പറയുകയാണ്, ചേച്ചി ഒരു 10 മിനിറ്റ് ജസ്റ്റ് അവരൊന്ന് ഫ്രീ ആയി കിടക്കാൻ അവരെ അനുവദിക്കുക, അവരല്പം റിലാക്സ് ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഓരോന്ന് സംസാരിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും അവർ സംസാരിക്കുകയും കരയുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേച്ചി അല്പസമയം ഒന്ന് മാറി നിൽക്കി, റൂമിനകത്തൊന്നും വിട്ടുപോ, അല്ലെങ്കിൽ മൗനമായിട്ട് ഇവിടെ മാറിയിരിക്കും. ജാൻമണി പറയുന്നു, പറ്റില്ല, ഈ അവസ്ഥയിൽ ഇവരെ ഇവിടെ വിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല, എനിക്ക് സങ്കടം വരുന്നുണ്ട്. ജാൻമണി വീണ്ടും ഇറുക്കി പിടിക്കുകയാണ്. ഒടുവിൽ അപ്സര വളരെ പണിപ്പെട്ടിട്ട് ജാൻമണിയെ ആ റൂമിനകത്തുനിന്ന് പുറത്താക്കി. നീരസത്തോടു കൂടിയാണ് ജാൻമണി അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയത്. അല്പനിമിഷങ്ങൾ അവിടെ വെറുതെ കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട് ശ്രീരേഖ. ഒന്ന് ഫ്രീ ആകുവാൻ തുടങ്ങിയപ്പോൾ അപ്സര തൻ്റെ അടുത്തേക്ക് ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു. അപ്സര ആള് പുലിയാണ് കേട്ടോ. ജീവിതത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ച്, ജീവിതത്തിലെ അബദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ എല്ലാ മനുഷ്യരെയും വേട്ടയാടാറുണ്ട്, ഓരോരുത്തരെയും തേടി വരാറുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ മനഃപൂർവ്വം ചില തെറ്റുകളൊക്കെ ചെയ്തു എന്ന് വന്നേക്കാം. ഏതു മനുഷ്യനാണെങ്കിലും ഒരു കുറ്റബോധം, ഒരു തകർച്ച, ഒരു നിസ്സഹായത, അവിടെ എങ്ങനെ ആ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യണം, ഏത് വാക്കുകൾ കൊണ്ട് അവരെ മടക്കി കൊണ്ടുവരണം, ഇതൊക്കെ അങ്ങേയറ്റം പെർഫെക്ഷനോട് കൂടി ചെയ്യുവാൻ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് അപ്സര. അപ്സര ശ്രീരേഖയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ശരിക്കും ഈ ശ്രീരേഖ എന്ന് പറയുന്ന ആളൊരു സൈക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അവർക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അവരെ നിസ്സാര മിനിറ്റുകൾ കൊണ്ടാണ് അപ്സര ഒതുക്കിക്കളഞ്ഞത്. അപ്സര അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം? മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാറുണ്ട്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നിങ്ങൾ റോബോട്ടാണോ? തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കുവാൻ റോബോട്ടിന് പോലും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. അതിനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് മാത്രമാണ് പറയുവാൻ കഴിയുക. നിങ്ങൾ അത്തരത്തിലുള്ള റോബോട്ടാണോ? വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ? അല്ലല്ലോ. അതിന് മറുപടിയില്ലായിരുന്നു ശ്രീരേഖയ്ക്ക്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മാനുഷികമാകുന്ന പരിമിതികളൊക്കെ ഉള്ളവരാണ്, സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ. അല്ലാതെ നമ്മൾ അങ്ങ് സൂപ്പർ നാച്ചുറൽ പവറോടുകൂടി വന്ന എന്തോ അദൃശ്യ ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന വലിയ ആൾക്കാരൊന്നുമല്ല. തെറ്റുകൾ പറ്റാതിരിക്കുവാൻ, മറവികൾ പറ്റാതിരിക്കുവാൻ അതാദ്യം മനസ്സിലാക്കുക. ഇതെല്ലാം കേട്ടിട്ട് ശ്രീരേഖ പറയുകയാണ്, ഞാൻ അങ്ങനെ മറക്കുന്ന ഒരാളല്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ മറവികൾ സംഭവിക്കാറില്ല. അടുത്ത ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്ന സമയം വരെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ മറവിയില്ലാത്ത ആളാണെന്ന് നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ലായിരുന്നു. നിങ്ങൾക്ക് മറവി സംഭവിച്ചു. മനുഷ്യനാണ്, മറവി തീർച്ചയായിട്ടും വരണം. ഒരു താക്കോൽ കളഞ്ഞുപോയി എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അത് മറന്നുപോയി എന്ന് പറയുമ്പോൾ അതും മറ്റുള്ള ആൾക്കാർക്ക്, ബോധമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ ആ താക്കോൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരും പട്ടിണി കിടക്കില്ല. ബിഗ് ബോസ് മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേഷൻ നമുക്ക് വേണ്ടി ചെയ്യും. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇതിപ്പോൾ ഒരു താക്കോൽ നഷ്ടപ്പെട്ടു എന്നുള്ളതിനേക്കാൾ എത്രയോ ഭയങ്കരമായിട്ടുള്ള ദുരന്തമാണ് നിങ്ങളുടെ ഈ പൊട്ടിക്കരച്ചിൽ. ഇത്രയുമൊന്നും നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എത്ര ബോൾഡായിരുന്നു. ഇവിടെയുള്ള ഓരോ മനുഷ്യരുടെയും മുഖത്ത് നോക്കി നിങ്ങൾ തിരുത്തണം, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ ഒരു ചെറിയ താക്കോൽ മറന്നു പോയതിൻ്റെ പേരിൽ ഇത്രയും വലിയ കരച്ചിൽ കരയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതുമാത്രവുമല്ല, നിങ്ങൾ താക്കോൽ മോഷ്ടിച്ചു വെച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ പോലും നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ വന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അക്ഷരാർത്ഥത്തിൽ ശ്രീരേഖ നിഷ്പ്രഭയായി മാറുകയായിരുന്നു. ആ വാക്കുകൾക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വായടച്ചു കിടക്കേണ്ടി വന്നു അവർക്ക്. അതെ, അപ്സര പറഞ്ഞതുപോലെ ഇത്രയും ചെറിയൊരു പ്രശ്നത്തിന് ഇത്രയും വലിയ ബഹളമാണ് നിങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ശ്രീരേഖയ്ക്ക് സംഭവിക്കാൻ പോവുക? എങ്ങനെ അതിനെ തരണം ചെയ്യും? ബിഗ് ബോസ് പോലുള്ളൊരു വീട്, ഈ വീട്ടിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വീട്ടിൽ പോകേണ്ടി വരും?
സത്യത്തിൽ ശ്രീരേഖയുടെ കരച്ചിൽ കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. കാരണം നമ്മൾ ആ സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിച്ചത് വൻ കാര്യങ്ങളായിരുന്നു. അവരൊത്തിരി അറിവുള്ളൊരു വ്യക്തിയാണ്, അവരൊത്തിരി ലോക പരിചയമുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് വന്ന് കളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു താക്കോൽ നഷ്ടപ്പെട്ടു എന്ന വിഷയത്തിൽ ഇത്രയും വലിയ ബഹളത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ശ്രീരേഖ ശരിക്കും അവിടെ പാടുപെടും. പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്.